ഇപ്പൊ അങ്ങോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ എന്ന് തീരുമാനമായില്ലെന്ന് തമ്പായി അങ്ങൊന്ന് പറഞ്ഞതോ? അല്ല, അതിനർത്ഥം കുഞ്ഞമ്മയും മുത്തശ്ശിയും ചിലപ്പോ അതുവഴി സിംഗപ്പൂരിലേക്ക് പോകുന്നല്ലേ? എന്നോട് അങ്ങനെയാ സൂചിപ്പിച്ചത്. ആ സമയത്ത് അമ്പിളിക്ക് തന്ന വാക്ക് പാർവതി മറന്നതാവും. അത് ഓർമ്മ വരുമ്പോ ഉറപ്പായും അവൾ തിരിച്ചു വരും. കുട്ടി, നീ ധൈര്യമായിട്ടിരിക്കെ. തമ്പായങ്ങുന്ന ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ ഇത് മാത്രമാ. അച്ഛന്റെ തീരുമാനത്തെ പോലും അവഗണിച്ച ഞാൻ കുഞ്ഞമ്മയുടെ ഉപദേശം സ്വീകരിച്ചത്. അതിന്റെ പേരിൽ അച്ഛൻ ഞങ്ങളെ കൈവിട്ടതുപോലെ കുഞ്ഞമ്മയെ ഞങ്ങളെ കൈവിട്ട ഗതികിട്ട പ്രേതങ്ങളെ പോലെ ഞങ്ങൾ അലയേണ്ടി വരും. അമ്പിളി, മതി. സ്വന്തം അച്ഛനെ വിശ്വസിക്കാതെ ഇവിടെ വന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആര് കൈവിട്ടാലും അമ്മാവൻ നമ്മളെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവസാനം വരെ അദ്ദേഹം മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ തറവാടും ബന്ധുക്കളൊക്കെ എപ്പോ വന്നതാ? കല്യാശ്ശേരി തറവാട് നൂറ്റാണ്ടുകളായി ഇവിടെ തന്നെ ഉണ്ടിരിക്കും. ഇവിടെ കണ്ണീര് ബാക്കിയാക്കി ഇവിടം വിട്ടു പോയത് ഇവരുടെ അമ്മയാ, ലക്ഷ്മി. അവളെ കൊണ്ടുപോയത് അനന്തനും. ലക്ഷ്മിയുടെ മക്കളിപ്പോ അനുഭവിക്കുന്നത് അവരുടെ അച്ഛനും അമ്മയും പണ്ട് കല്യാശ്ശേരി തറവാടിനെ നോവിച്ചതിന്റെ ശിക്ഷയാ. പൂർവിക ശാപം പ്രാർത്ഥിച്ചും പ്രായശ്ചിത്തം ചെയ്തും മാറ്റിയെടുക്കണം. അതിനാദ്യം വേണ്ടത് ഈ കല്യാശ്ശേരി തറവാട്ടിലെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മാനിക്കുക എന്നുള്ളതാ. എന്നാൽ നിങ്ങളിൽ ആർക്കും അതിലൊന്നും അല്ലല്ലോ താല്പര്യം. കല്യാശ്ശേരി തറവാട് വെട്ടിമുറിച്ച് അതിന്റെ പങ്ക് പറ്റാൻ മാത്രമാണ്. അതിവരുടെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തല്ലേ? അതിവർ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? തറവാട്ടിൽ അംഗത്വമുണ്ടെങ്കിലല്ലേ അവകാശമുള്ളൂ. പടിയടച്ച് പിണ്ടം വെച്ചാൽ അപമൃത്യു സംഭവിച്ചതിന് തുല്യമാ. എന്നിട്ടും മുത്തശ്ശി പേരക്കുട്ടികളെ തിരിച്ചു വിളിച്ചത് അവർക്ക് തോന്നിയ ഔദാര്യം. ഔദാര്യത്തെ അവകാശമാക്കി മാറ്റാൻ നോക്കിയത് കൊണ്ടാ ഇപ്പൊ കോടതിയിൽ പോകേണ്ട അവസ്ഥ വന്നത്. ഇനി കോടതി തീരുമാനിക്കട്ടെയല്ല. ഞങ്ങളിനി എന്താ ചെയ്യണ്ടേ? തറവാടിന്റെ ഷെയർ കിട്ടാൻ കേസ് നടത്തണമെന്ന് പറഞ്ഞത് പാർവതി കുഞ്ഞമ്മ തന്നെയല്ലേ? എനിക്ക് കിട്ടിയ സ്വർണ്ണമായിട്ട് ഇവിടേക്ക് വരാൻ പറഞ്ഞതും കുഞ്ഞമ്മ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ, പാർവതി വാക്കു പാലിക്കും. അവൾ തിരിച്ചു വരും. അതുവരെ കാത്തിരിക്കുക. ഇതിലെന്തോ ചതി മുണക്കുന്നുണ്ടമ്പിളി. കുഞ്ഞമ്മ മനഃപൂർവ്വം മുങ്ങിയതാണെന്ന് ഞാൻ പറയൂ. ഈശ്വര, എന്തൊരവസ്ഥയായത്! നമ്മളിനി എന്ത് ചെയ്യേണ്ടി കേട്ടാ? ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. നീ വാ.